ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ്. പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷനാണ്. ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ആദ്യം ഈ അനീഷാണ് നോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഞങ്ങളുടെ മനസ്സും വയറും നിറച്ചത് നെവിനാണ്, അതുകൊണ്ട് ക്യാപ്റ്റൻസിയിലേക്ക് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ നെവിനാണെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് ആര്യനാണ്. ആര്യൻ വന്നിട്ട് വീക്കിലി ടാസ്കിൻ്റെ ബേസിലും ഇൻവോൾവ്മെൻറ്റിൻ്റെ ബേസിലും നല്ല രീതിയിൽ ചെയ്ത ഒരാളെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആര്യൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് അക്ബറിനെ കുറിച്ച് തന്നെയാണ് ആകാനാണ് സാധ്യത. കാരണം അവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യും. പിന്നെ ലക്ഷ്മി വന്ന് പറയുന്നത് ടാസ്കിൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ബെസ്റ്റായി ചെയ്തു എന്ന രീതിയിൽ പറയുന്നുണ്ട്. ക്യാപ്റ്റൻ ആയാൽ എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് കാണണമെന്ന് അനുമോള് പറയുന്നുണ്ട്. അത് നൂറയെക്കുറിച്ചാണ്. നൂറയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. എന്ത് കണ്ടിട്ടാണെന്നറിയില്ല, എന്തായാലും നൂറയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഇവിടെ. പിന്നെ അതിൽ വന്ന് നോമിനേറ്റ് ചെയ്യുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നോക്കാൻ നിനക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൂറെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. പിന്നെ അക്ബർ വന്ന് നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെയാന്ന് തോന്നും. പുള്ളിക്കാരൻ പറയുന്ന ഇതാണ്: ഓരോ ടാസ്കിനെയും സീരിയസോടെ കാണുന്ന ഒരാൾ മാത്രമേ എനിക്ക് ഇവിടെ കണ്ടിട്ടുള്ളൂ, അത് ഈ പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പേര് പറയുന്നില്ല, അത് ആര്യനാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നെവിൻ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്: പൊരുതി തോക്കുന്നതാണ് അതിൻ്റെ യഥാർത്ഥമുള്ള വാല്യൂ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട് അതിവിടെ ആരും പറഞ്ഞിട്ടുമില്ല, അതിവിടെ വന്നിട്ടുമില്ല എന്ന് ആരും എന്ന് നെവിൻ പറയുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അനീഷിനെ കുറിച്ചാണെന്ന് പറയുന്നത് തോന്നുന്നു. അനീഷിൻ്റെ പേര് ആരും പറഞ്ഞിട്ടില്ല. കാരണം അനീഷ് വീക്കിലി ടാസ്ക് നല്ല രീതിയിൽ ചെയ്തിട്ട് പോലും അനീഷിൻ്റെ പേര് അവർ പറയുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന അക്ബർ പറഞ്ഞിരുന്നു അനീഷ് തനിയെ ഒറ്റപ്പെടുകയാണെന്ന്. ഇവരല്ലേ അനീഷിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു ടാസ്ക് ചെയ്താൽ പോലും ആ പേര് നോമിനേറ്റ് ചെയ്യാൻ ഇവർക്ക് വയ്യ, ഇവർ ചെയ്യില്ല. അതിന് പകരം ഒന്നും ചെയ്യാത്തവരെ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇവർ ഗ്രൂപ്പിസം കളിക്കും. അതേ ആ പുള്ളി എത്ര ചെയ്തെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് എന്താ പറയുക, അതിന് നോമിനേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ജയിലിലേക്ക് പുള്ളിക്കാരൻ്റെ പേര് പറയുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.